കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റാണ്. അതായത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഭാര്യയ്ക്ക് 20 പവന് വിവാഹ സമ്മാനമായി ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ കേസ് വരുമ്പോൾ 100 150 പവൻ കിട്ടിയെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവരുടെ പൈസ ഭർത്താവിൻ്റെ വീട്ടുകാർ ദുരുപയോഗം ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴും ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലുള്ള പ്രോപ്പർട്ടീസ്, വീട്, പറമ്പ് പോലുള്ള വസ്തുക്കളൊക്കെ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കാണുകയുണ്ടായിരുന്നു. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പറമ്പ് നമുക്ക് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് അറിയാം. അങ്ങനെ ഈ ഭർത്താക്കന്മാരെ പ്രഷറൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് വ്യാജ കേസുകൾ ജയിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ കോടതികളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എതിരെ കൊടുത്തിട്ടുള്ളത് ഒരു വ്യാജമായ ഒരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമായിട്ടും അതിന് 3 സൊല്യൂഷൻസ് ആണ് നമ്മുടെ അതേ നിയമ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതിലത് ഒന്നാമത്തെ വ്യവസ്ഥ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 സെക്ഷൻ 95 ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു എതിർഭാഗത്തിനെതിരെയായിട്ട് തെറ്റായ ഒരു സിവിൽ അറസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻജങ്ഷൻ ഓർഡറോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റോ ഒരു കേസ് കൊടുത്ത് ഒരു വ്യക്തി നേടിയെടുക്കുകയും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും കോടതിക്ക് തെളിയുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഡിഫൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തി കോടതിയിൽ ഈ സെക്ഷൻ 95 പ്രകാരം കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ ആളുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം മേടിച്ച് എടുക്കുവാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കെതിരെ ഇതുപോലെ ഒരു വ്യാജ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് പ്രകാരം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെക്ഷൻ 95 പ്രകാരം ഒരു കേസ് ഇതിനെതിരെ ഫയൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കുക. ബാക്കി 2 മെത്തേഡ് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.